ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ദൂസ് വേൾഡ്. ഈ വീഡിയോ എന്ന് പറയുന്നത് തൃശ്ശൂർ പോയിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ രാവിലെ എല്ലാവരും എഴുന്നേറ്റ് റെഡി ആയിട്ടോ. ഏകദേശം 6-6:30 ആയപ്പോൾ തന്നെ അന്നക്കുട്ടിയെ ഉണർന്നു. അന്നക്കുട്ടിയും ചേട്ടനും കൂടെ കിടന്ന് കളിക്കുകയാണ് കട്ടിലിൽ. അപ്പോൾ അവളെ ഞാൻ റെഡിയാക്കി, ഞങ്ങളും എല്ലാം റെഡിയായി, എല്ലാം പാക്കൊക്കെ ചെയ്തു കേട്ടോ. ഞങ്ങളിനി ഇവിടെ നിന്ന് നേരെ പോകുന്നത് ആതിരപ്പള്ളിയിലേക്കാണ്. ആതിരപ്പള്ളിയിൽ ശരിക്കും പറഞ്ഞാൽ പോകുന്നതിൻ്റെ കാര്യം, നമ്മൾ ഈ അമ്പലങ്ങളൊക്കെ കറങ്ങുമ്പം കുട്ടികൾക്ക് അതൊരു വലിയ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും പോകണം എന്നുള്ളത് കൊണ്ട് സ്നോ സ്റ്റോമിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ദൂരെയാണ്. ആതിരപ്പള്ളി സ്നോ സ്റ്റോമാണ് ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷേ എത്രത്തോളം അത് പോസിബിൾ ആവുമെന്ന് അറിയില്ല. കാരണം ഞങ്ങൾ ഓൾറെഡി തിരിച്ച് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കാണ്. അപ്പോൾ ഞങ്ങളിത് റൂമൊക്കെ അടച്ചിറങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം 3:30 തൃശ്ശൂരിൽ നിന്ന് ജനശതാബ്ദി പിടിക്കണം. അപ്പം അതിനു മുമ്പ് എല്ലായിടം പോയി കറങ്ങി തിരിഞ്ഞ് എത്തുമെന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തത് ബസ്സിൽ പോകാം എന്നാണ്. പക്ഷേ ബസ്സിൽ പോയി കഴിഞ്ഞാൽ നല്ല ഡിലേ ആവും എന്നുള്ളത് 2 ഊബറാണ് ബുക്ക് ചെയ്തത്. നമുക്ക് 7 സീറ്റർ കിട്ടിയില്ല. അപ്പം 2 ഊബർ ബുക്ക് ചെയ്തു. അപ്പം അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ. ഒരു 7:15 ഞങ്ങൾ യാത്ര തിരിച്ചെങ്കിലും ഞങ്ങൾ ഏകദേശം ഒരു 9:30-10 മണിയായപ്പം ഞങ്ങൾ അവിടെ എത്തി. പക്ഷേ നമുക്ക് ഈ തൃശ്ശൂരിലേക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ ഇതൊക്കെ ഉള്ളത് ഏകദേശം ഒരു 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ട്രാവൽ, 1.5 മണിക്കൂർ അടുപ്പിച്ചൊക്കെ ട്രാവൽ ഉള്ളതാണ്. അപ്പം നമുക്ക് അവിടുത്തെ ട്രാഫിക്കും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പം ഞങ്ങൾ നേരെ ആദ്യം ആതിരപ്പള്ളിക്ക് പോയെങ്കിലും ഞങ്ങൾ പിന്നെ അകത്ത് കയറാൻ നിന്നില്ല. നല്ല തിരക്കായിരുന്നു. ഒരു സാറ്റർഡേ ആയിരുന്നു. അപ്പോൾ ഭയങ്കര തിരക്കാണ്. അപ്പം ഞങ്ങൾ നേരെ തിരിച്ച് സ്നോ സ്റ്റോമിലേക്കാണ് കേട്ടോ വന്നത്. അപ്പം ഞങ്ങൾ ഏകദേശം സ്നോ സ്റ്റോം എത്തുന്നത് 11:15 ആണ്. അപ്പം 11 o'clock അടുത്ത ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കയറാൻ പറ്റില്ല. 12 o'clock ഷോയ്ക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വെയിറ്റ് ചെയ്ത് കേട്ടോ. അപ്പോഴും ഞാനും ഇനിയും അച്ചായും കൂടെയാണ് കയറിയത്. അകത്ത് നല്ല രസമായിരുന്നു കേട്ടോ. ഭയങ്കര തണുപ്പായിരുന്നു. ഫസ്റ്റ് ടൈമല്ലേ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. നമുക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോഴും ഭയങ്കര സന്തോഷമായി, ഭയങ്കര ഹാപ്പിയായി. ശരിക്കും അവൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയാണ് ഞങ്ങൾ അത്രയും ദൂരം ട്രാവൽ ചെയ്ത് സ്നോ സ്റ്റോമിലേക്ക് വന്നത്. ഇവിടെ എൻട്രി ഫീ ഒരാൾക്ക് 5:30 ആയിരുന്നു. 1 hourലേക്കാണ് കേട്ടോ. നമുക്ക് എപ്പോൾ വേണം ക്വിറ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 45 minutes കഴിഞ്ഞപ്പോൾ ക്വിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ അത്രയും തണുത്ത് തലേത് പനിയല്ലായിരുന്നു. അപ്പോൾ പിന്നെ അവന് ഓക്കെ, അവന് മതിയായും തോന്നിയപ്പോൾ ഞങ്ങൾ ക്വിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 12 മണിക്ക് കയറി, 1 മണിക്ക് അവിടെ ഇറങ്ങി നേരെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി കേട്ടോ. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ 3:30 ട്രെയിൻ, എനിക്ക് തോന്നുന്നു 4:15 അന്നക്കുട്ടി വണ്ടിയിലിരുന്ന് ഉണരുന്നു അങ്ങനെയായിരുന്നു. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ട്രെയിനിൽ തിരിച്ചാണ് ജനശതാബ്ദിക്കാണ് ബുക്ക് ചെയ്തത്. ട്രെയിൻ യാത്ര ഭയങ്കര സേഫ് ആണെങ്കിലും ഞങ്ങൾക്കതിലുണ്ടായ ഒരു അനുഭവം പറഞ്ഞു. ഞങ്ങൾ തിരിച്ച് നോൺ AC ആണ് കേട്ടോ ബുക്ക് ചെയ്തത്. ശരിക്കും AC എടുത്താൽ മതിയായിരുന്നു എന്ന് തോന്നി. കാരണം ഓൾറെഡി നമ്മളന്ന് നല്ല ടയേർഡാണ്. നമ്മളിങ്ങനെ കുറേ അലഞ്ഞിട്ടൊക്കെയാണ് വരുന്നത്. അപ്പം ഓൾറെഡി നമ്മൾ ആ ചൂടത്ത്, ഭയങ്കര ചൂടുള്ള ദിവസമാണ്. അപ്പം നല്ല വിയർത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ ട്രെയിൻ യാത്ര ചെയ്യുമ്പം റൊട്ടേറ്റ് ചെയ്യുന്ന മൊത്തം ചൂട് കാറ്റ് തന്നെയാണ്. അപ്പം നമുക്ക് ഇഷ്ടംപോലെ വെള്ളം ദാഹവും ആകെ നമ്മൾ പിന്നെയും ടയേർഡായി. ട്രെയിനിൽ കയറി ഞങ്ങൾക്ക് അങ്ങിങ്ങായിട്ടൊക്കെയാണ് കേട്ടോ സീറ്റ് കിട്ടിയത്. ഞാനും ശ്രീയും അടുത്തടുത്തിരുന്നു. അമ്മയ്ക്ക് വേറെ, അമ്മ വേറെ, അപ്പവും അച്ചായും വേറെ, അങ്ങനെയൊക്കെയാണ്. എല്ലാവരും തൊട്ടടുത്തടുത്ത് തന്നെയാണെങ്കിലും ഒരേ റോൾ അങ്ങനെയൊന്നും കിട്ടിയില്ല. പക്ഷേ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ജനശതാബ്ദി പോലുള്ള ട്രെയിനിൽ നമ്മളിങ്ങനെ ബുക്ക് ചെയ്ത് പോകുമ്പോൾ കൂടുതൽ ഫാമിലീസാണ് ഉണ്ടായത്. എത്താറായപ്പോഴത്തേക്കും ഒരാൾ വെള്ളം ഒടിച്ചുകൊണ്ട് വന്നു. അത് പോലീസ് പിടിക്കുന്നു. അത് റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേനും അയാളുടെ കൂടെ ഉണ്ടെന്ന് രാഷ്ട്രീയക്കാരെ ഇടപെട്ട് അത് സോൾവ് ചെയ്യുന്നു. അപ്പം നമ്മളാരും ഒരിടത്തും സുരക്ഷിതരല്ല എന്നുള്ളൊരു ബോധം എനിക്ക് അപ്പം ഉണ്ടായി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫോർ മോർ വീഡിയോസ്. ബൈ.